നല്ലൊരു ഭക്തനാണെങ്കിൽ അയ്യപ്പന്റെ കാര്യത്തിലെങ്കിലും സത്യം പറയണ്ടേ? അവിടെയാണ് സതീശൻ എന്ന കപടനെ തിരിച്ചറിയേണ്ടത്. ഒരു സൈഡിൽ കൂടെ ഭക്തിയിലൂടെ ഭൂരിപക്ഷക്കാരോട് അടുക്കുക, അന്തർധാരയിലൂടെ ഷാഫിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുഡാപ്പികൾ, മൗദൂദികൾ, സകലമാന മൂർഖപ്പാമ്പുകളെയും UDF-ലേക്ക് അടുപ്പിക്കുക. അതിന് ലീഗ് ഒരു മറ. ഇപ്പോ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ പറയാൻ കാരണം, ഈ അടുത്ത ദിവസമാണ് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പത്തനംതിട്ടയിൽ അയ്യപ്പന്റെ നാട്ടിൽ പോയി ഒരു പച്ച കള്ളം പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല. വായിച്ചപ്പോ എന്താ കല്ലും മുള്ളും കാലിക്കുത്താന്ന്. അതെന്ത് കുത്തയാണ്? കാലിക്കുത്ത. ശരണം വിളിയുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്കിടയിലേക്ക് നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറഞ്ഞൊരു പച്ചക്കള്ളമാണ്. മുഖ്യമന്ത്രിക്ക് ശരണം വിളിയുമായി ബന്ധപ്പെട്ട് കല്ലും മുള്ളും കാലിക്കുമെത്തേ എന്നതിന് പകരം ഏതോ ഒരുത്തൻ എന്തോ എഴുതി കൊടുത്തു, മുഖ്യമന്ത്രി അത് അതേപടി വായിച്ചു, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല എന്ന് വരുത്താൻ വേണ്ടി സതീശൻ പറഞ്ഞൊരു കള്ളമാണ്. അയ്യപ്പന്റെ കാര്യത്തിലല്ലേ സംസാരിക്കുന്നത്? ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അങ്ങനെ മറ്റൊരാളെ കുറിച്ച് ആ ഒരു വിഷയത്തിലെങ്കിലും പച്ചക്കള്ളം പറയാതിരിക്കില്ലേ? അവിടെയാണ് നിങ്ങൾ സതീശന് മനസ്സിലാക്കേണ്ടത്. അടിമുടി കപടനാണ്. വളർന്ന സാഹചര്യവും രീതികളൊക്കെ വെച്ചിട്ട് കള്ളം മാത്രം പറഞ്ഞ് ശീലിച്ച വ്യക്തി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് അവിടെ അയ്യപ്പ സംഗമത്തിൽ ആ വിഷയത്തിൽ പറഞ്ഞ വാചകം കൂടി ഒന്ന് നിങ്ങൾ കേട്ടെ. കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. ഇനി സതീശൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് കേട്ടെ. മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല. വായിച്ചപ്പോ എന്താ കല്ലും മുള്ളും കാലിക്കുത്താന്ന്. അതെന്ത് കുത്തയാണ്? കാലിക്കുത്ത. വായി തുറന്നാൽ എന്തേ പറയുള്ളൂ? നുണയെ പറയുള്ളൂ. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞു മറ്റ് വ്യക്തികളെ കുറിച്ച് ഇല്ലാത്തത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇതാണോ രാഷ്ട്രീയം? വിശ്വാസികളോട് പോയി ഒരു ഉളുപ്പുമില്ലാതെ ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പോലും പുറത്തു വന്നാൽ ഈ ജനം എന്ന് പറയുന്ന ഇവനൊക്കെ വെറും കഴുതയാണ്, ഞാൻ എന്ന തറവാട്ടി പറന്ന മാടമ്പിക്ക് എങ്ങനെയാണ് പണ്ട് ഈ സമൂഹത്തെ എല്ലാം അടക്കി ഭരിച്ചിരുന്ന ആ നാടുവാഴി രീതി അറിയാം, അതുപോലെ ചെന്ന് ഇമാതിരി പച്ച നുണ വച്ച് കീറുമ്പോൾ ഇയാൾ എന്ന രാഷ്ട്രീയക്കാരനിലെ കപടതയാണ് നാട് തിരിച്ചറിയേണ്ടത്. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ മൈക്ക് കെട്ടി വിളിച്ച് അനൗൺസ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവത്തിൽ ഇങ്ങനെ ഒരാൾ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അയാളെ വിലയിരുത്തുക? അത് മാത്രമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ വീഡിയോ കാട്ടി ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല. വായിച്ചപ്പോ എന്താ കല്ലും മുള്ളും കാലിക്കുത്താന്ന്. അതെന്ത് കുത്തയാണ്? കാലിക്കുത്ത. കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്.